ഹേ എവരിവൺ, ജീവോളിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻ്റർനെറ്റ് സ്പീഡ് എങ്ങനെ കൂട്ടും എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. തരികിട ടിപ്പൊന്നും അല്ല, വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. നിങ്ങൾക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ഈ ഡിസ്കഷനിലേക്ക് കടക്കുന്നതിന് മുമ്പേ DNS അതായത് ഡൊമൈൻ നെയിം സിസ്റ്റം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയുന്ന അവരുടെ പേര് വെച്ചാണ്. പക്ഷേ ഇൻ്റർനെറ്റിൽ ഈ പേരുകൾക്ക് പ്രസക്തിയില്ല. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് ഒരു കമ്പ്യൂട്ടറിന് മറ്റേ കമ്പ്യൂട്ടറിനെ തിരിച്ചറിയണമെങ്കിൽ അതിനുപയോഗിക്കുന്ന പേര് ആണ് IP അഡ്രസ്. അതെന്ന് പറഞ്ഞാൽ നമ്പേഴ്സാണ്. അതായത് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സാണ് ഒരു കമ്പ്യൂട്ടർ മറ്റേ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ബ്രൗസറിൽ google.com എന്ന് അടിക്കുമ്പം അതിൻ്റെ ഇടയിൽ ആ പേരിനെ തർജ്ജമ ചെയ്ത് IP അഡ്രസ് ആക്കി മാറ്റുന്നതിനെയാണ് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ അടിക്കുന്ന ടെക്സ്റ്റ് google.com എന്നതിനെ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സായി കമ്പ്യൂട്ടറിന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ മാറ്റുന്ന ഒരു സെർവറാണ് ഡൊമൈൻ നെയിം സിസ്റ്റം. സാധാരണഗതിയിൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ തന്നെ തരുന്ന DNS ആയിരിക്കും നിങ്ങൾ ബൈ ഡീഫോൾട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഏഷ്യാനെറ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ തന്നെ DNS സെർവർ ഉണ്ട്. അല്ലെങ്കിൽ ജിയോയുടെ ആണെങ്കിൽ ജിയോയുടെ DNS സെർവർ ആയിരിക്കും. എയർടെലിൻ്റെ ആണെങ്കിൽ എയർടെലിൻ്റെ DNS സെർവർ ആയിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന സൈറ്റുകൾ, അതായത് നിങ്ങൾ അവരുടെ DNS സെർവർ വെച്ചാണ് സൈറ്റുകൾ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന സൈറ്റുകളെല്ലാം നിങ്ങളുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന് കാണാനും പറ്റും. ചില ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ഈ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന സൈറ്റിൻ്റെ ഇൻഫർമേഷനൊക്കെ പാക്കേജ് ചെയ്ത് നിങ്ങളുടെ ഡേറ്റ വിൽക്കാറുണ്ട്. പക്ഷേ ഈ സർവീസുകളെക്കാളിലും വളരെ മികച്ച സെക്യൂരിറ്റിയും പ്രൈവസിയും സ്പീഡും നൽകുന്ന വളരെയധികം സർവീസുകൾ ഓൺലൈനിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഞാൻ എൻ്റെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ എയർടെൽ തരുന്നതിനെ വെച്ച് നോക്കുമ്പോൾ ഇതിനെന്താ അഡ്വാൻറ്റേജ് എന്ന്. ഈ കമ്പനികൾ എന്ന് പറഞ്ഞാൽ വളരെ വലിയ കമ്പനികളാണ്. ക്ലൗഡ്ഫ്ലെയർ, ഗൂഗിൾ, നോർട്ടൺ, സിസ്കോ ഇങ്ങനത്തെ വളരെ വലിയ കമ്പനികൾ ലോകമെമ്പാടും സെർവറുകൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് DNSന് വേണ്ടി മാത്രം. ക്ലൗഡ്ഫ്ലെയർ പറയുന്നത് അവരുടെ ഒരു DNS ക്വയറി, അതായത് ഈ തർജ്ജമ ചെയ്യാനുള്ള സമയം 8 milliseconds ആണെന്ന്. കമ്പാരിറ്റീവ്ലി ഓൺ ആൻ ആവറേജ് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കുള്ള സമയം 15 തൊട്ട് 16 millisecond വരെ. അതായത് നിങ്ങൾ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം പകുതി വരെ ആക്കാൻ പറ്റും ക്ലൗഡ്ഫ്ലെയർ. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻ്റർനെറ്റിലുള്ളതിൽ ഏറ്റവും വേഗതയേറിയ DNS സെർവറാണ് ഇവർ നമുക്ക് നൽകുന്നത്. ഇത് മാത്രമല്ല, ഇതിനുപരി ഒത്തിരി പ്രൈവസിയും സെക്യൂരിറ്റിയും നമുക്ക് ഇതിൽ കൂടെ ലഭിക്കും. പിന്നെ വേറെ ഗുണമെന്ന് പറഞ്ഞാൽ ഇവരുടെ മിക്ക സർവീസുകളും ഫ്രീ ആണ്. അത് മാത്രമല്ല, ഇവരെല്ലാത്തിനും ആപ്പുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം വളരെ കോൺഫിഗറേഷൻ ചെയ്യാൻ മടിയുള്ളവർക്ക് ഈ ആപ്പ് ഓണാക്കിയിട്ട് അല്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഓൺ ബട്ടൺ അടിച്ചാൽ മതി, തന്നെ എല്ലാം സെറ്റ് ആയിക്കോളും. ഇനി അതല്ല, എനിക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മടിയാണെങ്കിൽ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസിൻ്റെ കോൺഫിഗറേഷന് മാറ്റി തന്നെ ഇത് നമുക്ക് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ വിൻഡോസിലും ആൻഡ്രോയിഡിലും കോൺഫിഗർ ചെയ്യുന്നത് എന്നൊന്ന് കാണാം. വിൻഡോസിൻ്റെ കാണാൻ വ്യൂ നെറ്റ്വർക്ക് കണക്ഷൻസ് എടുക്കുക. അതിൽ വൈഫൈ അല്ലെങ്കിൽ ഈത്തർനെറ്റ് ഏതാണെന്ന് വെച്ചാൽ സെർച്ച് ചെയ്യുക. നിങ്ങളുടെ വൈഫൈ എടുക്കുക, അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. അതിൽ IP version 4 അല്ലെങ്കിൽ TCP/IP v4 കാണും, അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. അവിടെ യു ഒപ്റ്റൻ DNS സെർവർ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ മാനുവലായിട്ട് എൻ്റർ ചെയ്യുക. ആ യൂസ് ദ ഫോളോയിങ് എടുക്കുക. അതിൽ 1.1.1.1 അടിക്കുക. 1.0.0.1 ആണ് ആൾട്ടർനേറ്റ് സെർവർ. ഇത് ക്ലൗഡ്ഫ്ലെയറിൻ്റെ ആണ്. ഇനി നമ്മൾ IPv6 ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ വെർഷൻ 6ൻ്റെ സെറ്റിംഗ് കൂടെ മാറ്റണം. അപ്പം അതെടുക്കുക. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. ഇതേപോലെ അവരുടെ വെബ്സൈറ്റിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1.1.1.1/DNS എന്ന വെബ്സൈറ്റിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. മാനുവലായിട്ട് കോൺഫിഗർ ചെയ്യാൻ മടിയുണ്ടെങ്കിൽ DNS ജമ്പർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്, അത് സെർച്ച് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്താൽ മതി. അത് ഒരു EXE ഫയലാണ്, സിപ്പ് ഫയലായിട്ട് വരും. നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണം, റൺ ചെയ്യണം, അത്രയേ ഉള്ളൂ. അതിലൊരു ലിസ്റ്റ് തന്നെ ഉണ്ട് DNS സെർവറുകളുടെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള DNS സെർവർ എടുക്കാം. ഞാനിപ്പം തൽക്കാലം എന്തായാലും നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ക്ലൗഡ്ഫ്ലെയർ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ക്ലൗഡ്ഫ്ലെയർ ക്ലിക്ക് ചെയ്തു, അപ്ലൈ DNS എടുക്കുന്നു. ഇനി നമുക്ക് ഇത് വർക്ക് ചെയ്യുമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് 1.1.1.1/help എന്ന് പറയുന്ന ഒരു ലിങ്കിലോട്ട് പോയാൽ മതി. അതിൽ സ്റ്റാറ്റസ് കാണിക്കും, കണക്റ്റഡ് ആണോ, യെസ് എന്ന് കാണിക്കുന്നുണ്ട്. ഇനി ആൻഡ്രോയിഡിൽ Android 9 തൊട്ടേ ഈ ഓപ്ഷൻ ഉള്ളൂ. അപ്പം നിങ്ങൾ സെറ്റിങ്സിൽ പോവുക. എന്നിട്ട് ഇത് ആപ്പ് ഇല്ലാതെ ചെയ്യാനാണ്. സെറ്റിങ്സിൽ പോവുക, നിങ്ങൾ പ്രൈവറ്റ് DNS എന്ന് സെർച്ച് ചെയ്യുക. ആ പ്രൈവറ്റ് DNSൻ്റെ ഓപ്ഷൻ വരുമ്പം അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്രൈവറ്റ് DNS എടുക്കുക. പ്രൈവറ്റ് DNS പ്രൊവൈഡർ ഹോസ്റ്റ് നെയിം അവിടെ 1.1.1.cloudflare-dns.com എന്ന് ടൈപ്പ് ചെയ്യുക. അത്രയേ ഉള്ളൂ. IPv4 ഉം 6 എല്ലാം അതോടെ തന്നെ കോൺഫിഗർ ചെയ്യും.
ഇനി നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 1.1.1.1/helpൽ പോയാൽ കാണിക്കും അത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന്. ഇപ്പോൾ കണക്റ്റഡ് ടു എന്ന് കാണാമല്ലോ, കണക്റ്റഡ് ടു 1.1.1. ഇനി ആൻഡ്രോയിഡ് 9 താഴെയാണ് നിങ്ങളുടെ ഫോണെങ്കിൽ അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് 1.1.1.1 ആപ്പ് സെർച്ച് ചെയ്യുക. ആപ്പ് സെർച്ച് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് അവരുടെ ടേംസും കണ്ടീഷൻസും അക്സെപ്റ്റ് ചെയ്യുക. ഇനിയും അത് ഓൺ ആക്കാൻ നോക്കണം. ഓൺ ആക്കുമ്പോഴത്തേക്ക് VPN പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. ഇതൊരു VPN അല്ല, അത് ശ്രദ്ധിക്കണം. ഇത് VPN അല്ല, ഇത് ജസ്റ്റ് ഒരു DNS കണക്ഷൻ മാത്രമാണ്. VPN ആണെന്ന് പറയത്തേ ഉള്ളൂ, പക്ഷേ VPN അല്ല. അപ്പോൾ ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. 1.1.helpൽ കയറി കണക്റ്റഡ് ടു 1.1.1 എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇന്നത്തെ നമ്മുടെ കോൺഫിഗറേഷനൊക്കെ കണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് കണ്ട് എന്തെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കണ്ട. ബെൽ ഐക്കണിൽ അടിച്ച കൂടുതൽ ടിപ്സും നോട്ടിഫിക്കേഷനും വന്നുകൊണ്ടിരിക്കും. താങ്ക് യു ഓൾ.